രാവിലെ നേരത്തെ തന്നെ യാത്ര തുടങ്ങി. ലക്ഷ്യം ഒന്ന് മാത്രം, കോയമ്പത്തൂരിലെ പ്രശസ്തമായ ആദിയോഗി. വഴിയൊട്ടാകെ കാഴ്ചകൾ മാറി മറിഞ്ഞു. പച്ചപ്പും മലനിരകളും പിന്നിട്ടു പോകുമ്പോൾ യാത്ര ഒരു അനുഭവമായി മാറി. ഈ ഒരു യാത്ര എന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നത് മാത്രമല്ല, ഓരോ യാത്രയും പുതിയ കാഴ്ചകളുടെയും അനുഭവങ്ങളുടെയും ഓർമ്മകളുടെയും ഒരു ശേഖരമാണ്. ചില യാത്രകൾ പ്രകൃതിയുടെ സൗന്ദര്യം കാണിച്ചു തരുമ്പോൾ ചിലത് പുതിയ മനുഷ്യരെയും സംസ്കാരങ്ങളെയും പരിചയപ്പെടുത്തും. കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ആദിയോഗിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കുറേ ദൂരം നടന്നാലേ ഉള്ളൂ അങ്ങോട്ടേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എത്തിയത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് ഷോ നമുക്ക് മിസ്സായി. ഹസ്ബൻഡും മോനും വേഗത്തിൽ പോയി. അതിൻ്റെ ബാക്കിൽ നടക്കുന്ന രണ്ട് നിഴലിൽ ഒന്ന് ഞാനാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറേ ദൂരം എത്തി. ഒരുപാട് നടക്കാനുണ്ട് മുന്നോട്ട്. പക്ഷേ ആ ഒരു നടപ്പ് നമുക്ക് ഒരു മടുപ്പുണ്ടാക്കുന്നതല്ല. ഈ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ചില യാത്രകൾ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയല്ല, മനസ്സിനെ ഒന്ന് റീചാർജ് ചെയ്യാനാണ്. ആദിയോഗിയിലേക്കുള്ള ഈ യാത്ര അത്തരത്തിലൊന്നായിരുന്നു. അങ്ങനെ നമ്മൾ ആദിയോഗിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ആദിയോഗിക്ക് അടുത്തെത്തുമ്പോൾ തന്നെ ദൂരെയായി ആ ഭീമാകാരമായ ശിവപ്രതിമ കണ്ണിൽപ്പെട്ടു. ഫോട്ടോകളിൽ കണ്ടതിലും 10 മടങ്ങ് ഭംഗി നേരിൽ. 112 അടി ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ആ രൂപം കണ്ടപ്പോൾ കുറച്ച് നിമിഷങ്ങൾ നിശബ്ദമായി നിന്നുപോയി. ക്യാമറയിൽ പകർത്താൻ ശ്രമിച്ചെങ്കിലും കണ്ണുകൾക്ക് കിട്ടിയ ആ അനുഭവം ക്യാമറയ്ക്ക് പൂർണ്ണമായി പകർത്താനായില്ല. അവിടുത്തെ അന്തരീക്ഷം തന്നെ വ്യത്യസ്തമാണ്. തിരക്കുള്ള ആളുകൾ ഉണ്ടെങ്കിലും ഒരു പ്രത്യേക ശാന്തത എല്ലായിടത്തും അനുഭവപ്പെടും. മലകൾ പശ്ചാത്തലമായി നിൽക്കുമ്പോൾ ആദിയോഗിയുടെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നത് യാത്രയിലെ നിർബന്ധിത ചടങ്ങായി മാറി. കുറച്ചു സമയം അവിടെ ഇരുന്ന് കാറ്റും കാഴ്ചയും ആസ്വദിച്ചപ്പോൾ മനസ്സിന് ഒരു പ്രത്യേക സമാധാനം ലഭിച്ചു. രാത്രിയിലെ ആദിയോഗിയുടെ ഭംഗി മറ്റൊന്നാണ്. വെളിച്ചത്തിൽ തിളങ്ങുന്ന ആ മുഖം കണ്ടപ്പോൾ യാത്ര ചെയ്ത എല്ലാ ക്ഷീണവും മറന്നു. ഭക്ഷണത്തിനായി തിരഞ്ഞപ്പോൾ വിശപ്പും യാത്രയും തമ്മിൽ ചെറിയൊരു യുദ്ധം നടന്നു. പക്ഷേ ഒടുവിൽ നല്ലൊരു ഭക്ഷണവും കഴിച്ച് യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് മടങ്ങുന്ന വഴിയിലും മനസ്സിൽ നിറഞ്ഞു നിന്നത് ഒരേ ഒരു കാഴ്ച, ആദിയോഗി.